ലൈഫിൽ റിസ്ക്കിലാണ് സക്സസ് ആവുന്നത്. നമുക്ക് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ദിലീപ് രക്ഷപ്പെട്ടു, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോജു രക്ഷപ്പെട്ടാൽ എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റും രക്ഷപ്പെടത്തില്ല. അവർ ജോജു അല്ല, അവർ ദിലീപും അല്ല. അവർ ജോജുവിന് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും പറ്റത്തില്ല, ജോജുവിൻ്റെ കഴിവും മേ ബി അവർക്ക് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ദിലീപ് ചിന്തിച്ചതുപോലെ, ദിലീപേട്ടൻ ചിന്തിച്ച പോലെ ചിന്തിക്കാനും പറ്റത്തില്ല. അയാൾ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള പൊട്ടൻഷ്യലും ചിലപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പം പക്ഷേ അതോടൊപ്പം തന്നെ ചേഞ്ച് ആകണം, നമുക്ക് ഇവിടെ നിന്ന് മാറണം, മുന്നോട്ട് പോകണം എന്ന് തീരുമാനിച്ചാൽ റിസ്ക് എടുക്കുക, ആ റിസ്കിനെ സക്സസ് ആക്കുക. ഇത് ഞാൻ ഇതുപോലെ ഒരിടത്ത് പോയി ഇങ്ങനെ ഇവിടുത്തെ പ്രമുഖ ഒരു പടം വരുന്നുണ്ട്, അതിനകത്ത് ഒരു പ്രമുഖ ക്രൂ മെമ്പർ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു, കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് പുള്ളി വന്നു. അപ്പോൾ എനിക്ക് എന്താ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനകത്തൊരു അവസരം. അപ്പോൾ നമുക്ക് ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ടും കൂടെ ഞാൻ വരുന്നത്. അപ്പം പുള്ളി പറഞ്ഞു എന്താ, അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കൊരു ചാൻസ്, എന്തെങ്കിലും ചെറിയ റോളായാലും കുഴപ്പമില്ല. അത് ബിഗ് ബോസൊക്കെ പോകുന്നത് കുറേ കാലം മുമ്പാണ്, ഒരു 5 വർഷം. ഞാൻ സിനിമയുടെ പുറകെ നടക്കുന്നുണ്ട്, ഒരു 5 വർഷം. അന്ന് പുള്ളി ചോദിച്ചു, നീ ഇപ്പോൾ എത്ര നാളായി? ഞാൻ ഒരു 5 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഞാൻ 2 വർഷം ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നടന്നു. ഞാൻ പിന്നെ അവിടെ ഇവിടെയും ചെറുത് കുറേ പരസ്യങ്ങളൊക്കെ ചെയ്തു. 5 വർഷമായുള്ളൂ ഞാനേ ഉള്ളൂ. ജോജു ഒക്കെ 10-12 വർഷവും നടന്നു. അപ്പോൾ നിനക്ക് ഇനിയും സമയമുണ്ട് നടക്കാൻ, നടന്നോളാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. ഞാനങ്ങ് വല്ലാണ്ട് അല്ല